കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹിമപ്പെടുമാറാകട്ടെ. വർഷം മുഴുവനും ദൈവത്തിൻ്റെ വലിയ കൃപ നമുക്ക് അനുഭവിക്കുവാൻ സാധ്യമായി. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നൊക്കെയും കർത്താവ് നമ്മളെ വിടുതൽ തന്ന് സൂക്ഷിച്ചിരിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്ന് മനയായി നമുക്ക് നൽകി തന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശവും കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് ആരാഞ്ഞറിയുക എന്നുള്ളതാണ്. ഇന്നത്തെ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് 1 യോഹന്നാൻ 1:9 നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൗത്യം ഓരോ പാപികളോടുമുള്ള തൻ്റെ മനോബോധം എന്താണെന്ന് ഈ വാക്യത്തിലൂടെ യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അവിടുന്ന് വിശ്വസ്തനാണ്, നീതിമാനാണ്. നമ്മുടെ പാപം മറച്ചു വയ്ക്കാതെ അവിടുത്തോട് ഏറ്റു പറയുന്നു എങ്കിൽ അവിടുന്ന് നമ്മളെ ശുദ്ധീകരിച്ച് തൻ്റെ മക്കളാക്കി തീർക്കും എന്നുള്ള ഉറപ്പാണ് ഈ വചനത്തിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. നാം ഇന്ന് മനസ്സിലാക്കുമ്പോൾ ലോകത്തിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സാത്താനിനി അല്പം മാത്രം സമയമേ ശേഷിച്ചിട്ടുള്ളൂ. ദൈവ കുഞ്ഞുങ്ങളെയാണ് അവൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ പോലും തെറ്റിപ്പാൻ തക്കവണ്ണം അവൻ സദാ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും വലിയ ഒരു അപകടം, ഇന്ന് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് ഈ ഉണർവ് എന്നുള്ള ഭാഗത്തേക്ക് പോവുകയാണ്. ദൈവജനത്തിൻ്റെ ഇടയിൽ ഒരു ഉണർവിൻ്റെ പരിവേഷം നൽകി ദൈവത്തിൻ്റെ ആ യഥാർത്ഥമായ വിളിയുടെ ദൗത്യം ദൈവജനം ഏറ്റെടുക്കാതെ ഇരിക്കുവാൻ തക്കവണ്ണം ഇന്ന് മാസ്മാരിക ലോകത്തിലേക്ക് നടത്തുന്ന സാത്താൻ്റെ ഒരു വലിയ കുതിപ്പാണ് ഇന്ന് നമുക്ക് ഈ ക്രിസ്തീയ ഗോളത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. വ്യാജ ഉണർവുകളുടെ കാലഘട്ടത്തിൽ ഒരു ദൈവ പൈതലിൻ്റെ വിളി, തെരഞ്ഞെടുപ്പ്, നടപ്പ്, അവൻ്റെ കർമ്മപദം എന്തായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനങ്ങൾ നമുക്ക് വളരെ വ്യക്തമാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാപത്തെക്കുറിച്ച് നാം പാപത്തിൻ്റെ ആധിക്യം വരുന്ന വഴികൾ, പാപത്തിലേക്ക് തള്ളിയിടുന്നതായ സൂത്രങ്ങൾ, സാത്താൻ കൊണ്ടുവരുന്ന ശോധനകൾ, അവയുടെ മധ്യത്തിൽ നാം വീണു പോകാതെ ഇരിക്കുവാൻ തക്കവണ്ണം കർത്താവുമായി ചേർന്ന് ജീവിച്ച് നല്ല അവിടുന്ന് നമ്മളോട് സംസാരിച്ചിരിക്കുന്നതായ, നമുക്ക് തന്നിരിക്കുന്നതായ ഏറ്റവും വലിയ ഉത്തരവാദിത്വത്തിൽ നിൽക്കുവാൻ തക്കവണ്ണം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഇവിടെ ഉണർവ് എന്താണ്? ഉണർവെന്ന് പറഞ്ഞാൽ നാം അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ നമ്മളെ ഉണർത്തി കർമ്മപദത്തിൽ എത്തിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഉണർവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. എന്നാൽ ആ ഉണർവിന് ഒരു പ്രതിഫലനമുണ്ട്. ക്രിസ്തുവിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകണം. അതാണ് ഉണർവിൽ കൂടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. അതാണ് ദൈവത്തിൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എല്ലാവരെയും കൂട്ടി ഉപവാസത്തിലേക്ക് വിളിച്ച് ജനത്തെ ഉണർത്തി അവരുടെ ഇടയിൽ ദൈവത്തിൻ്റെ ആലോചന പകരുന്ന അനുഭവം നമുക്ക് വേദപുസ്തകത്തിലുടനീളം കാണുവാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ ഈ കർത്താവിൻ്റെ വേല പൂർത്തീകരിക്കുന്നതിനാവശ്യമായ ആഹ്വാനം ഉൾക്കൊള്ളുന്നതായ ഒരു ജനത്തിന് ദൗത്യവും ഏറ്റെടുത്ത് പോകുവാനോടൊരു ഉത്സാഹം പകരുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് ഈ ഉണർവെന്ന് പറയുന്നത്. ആ ഉണർവ് നമുക്ക് ഉദാസീനതയിൽ നിന്ന്, അലസതയിൽ നിന്ന്, മരവിപ്പിൽ നിന്ന് ഒക്കെ ഉള്ള ഒരു ഉണർവായിരിക്കണം. സാരമില്ല, കർത്താവ് വരുമെന്ന് പറഞ്ഞു, ഇനി എത്ര നാൾ കഴിയും, ഇങ്ങനെ അലസചിത്തരായിരിക്കുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഉത്സാഹത്തിൻ്റെ വഴിയിൽ കർത്താവിൻ്റെ വരവിനെ ത്വരിതപ്പെടുത്തുവാൻ നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രാർത്ഥനകളും ആത്മനേട്ടത്തിനായിട്ടുള്ളതായ വാഞ്ചകളും അത് നമ്മുടെ പ്രവൃത്തിയിലൂടെ പ്രതിഫലിച്ചില്ല എങ്കിൽ ആ ഉണർവിന് അർത്ഥമില്ല എന്ന് വേദപുസ്തകം പറയുകയാണ്. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ്. കർത്താവ് വരുമെന്ന് വിശ്വസിക്കുകയും നാം ഒന്നും പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ നമ്മുടെ വിശ്വാസത്തിന് ഒരു ഫലവും പ്രതിഫലനവും കാണുവാൻ തക്കവണ്ണം കഴിയത്തില്ല. അപ്പോൾ ഓരോ ആത്മാക്കളും ഓരോ വ്യക്തികളും എന്ത് ചെയ്യണം? ആ കർത്താവിൻ്റെ തലത്തിലേക്ക് ഉയരുവാൻ ആഗ്രഹിക്കുകയും അവിടുത്തെ വേല നമ്മുടെ വേലയായി ഏറ്റെടുത്ത് ആത്മാക്കളെ കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ പങ്കാളികളാകുകയും ചെയ്യുന്നതിൽ ഉത്സുകരായിരിക്കുന്ന ഒരനുഭവം പ്രാപിക്കണം. അതിന് ഈ നാളുകളിൽ ഏറ്റവും ആവശ്യമായത് പരിശുദ്ധാത്മാവിൻ്റെ
പിന്മഴയാണ്. ആ പിന്മഴയ്ക്ക് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ മാത്രമേ ഈ ഉണർവ് സാധ്യമാക്കുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. പിന്മഴയ്ക്ക് വേണ്ടി ഒരുങ്ങണമെങ്കിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കണം. കർത്താവിൻ്റെ രക്തത്താലുള്ള വിശുദ്ധീകരണം വിശ്വാസത്തിൽ നാം ഏറ്റെടുത്ത് പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം കഴിയണം. അപ്പോൾ ദോഷകരമായ ഈ ഒരു കാര്യമാണ് ഇന്ന് മാസ്മാരിക മ്യൂസിക്കിലൂടെയും വലിയ താളമേളങ്ങളിലൂടെയും ജനത്തിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവന്ന് സാത്താൻ എന്ത് ചെയ്തിരിക്കുന്നത്? അവരിൽ വേറെ ഒരു ആവേശം പകർത്തുന്നത്. ഇത് മതത്തിൻ്റെ ഒരു തീക്ഷ്ണമായ ഒരു അനുഭവം, അത് തീവ്രവാദത്തിലേക്കും മറ്റുള്ളവരെ പകയ്ക്കുന്നതിലേക്കും നമ്മൾ വലിയ വിശുദ്ധരാണെന്ന് കാണിക്കുന്നതിലേക്കും ഒക്കെ കൊണ്ടുപോകുന്ന തെറ്റായ വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുപോകാൻ ഇടവരും. കർത്താവ് അതല്ല നമ്മളിൽ കൂടെ ആഗ്രഹിക്കുന്നത്. നമ്മിൽ കൂടെ ആഗ്രഹിക്കുന്നത് യേശുവിനെ പോലെ നാം ആയിത്തീരണം. അവിടുത്തെ താഴ്മയിൽ നാം മറ്റുള്ളവരെ എന്ത് ചെയ്യണം? ശ്രേഷ്ഠരാണെന്ന് കാണുവാൻ തക്കവണ്ണം നമ്മളെ ഒരുക്കണം. നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ, അവിടുത്തെ ഭാവങ്ങളെ, അവിടുത്തെ അനുസരണത്തെ, അവിടുത്തെ സ്നേഹത്തെ നമ്മളിലൂടെ കാണുവാൻ കർത്താവിന് നമ്മളെ സമർപ്പിക്കണം. ആ ഒരു അനുഭവം മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കും. നമ്മളിലെ രൂപാന്തരം, നമ്മളിലെ പാവമില്ലാത്ത ആ ജീവിതത്തിന് ഉടമകളായിത്തീരുന്ന അനുഭവങ്ങൾ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ ഇടയായി തീരും. ഈ അന്ത്യനാളുകളിൽ എന്നത്തേക്കാളും അധികം ശക്തിയോടെ കർത്താവിൻ്റെ വേലയിൽ ഉത്സുകരാകുവാൻ ദൈവം നമുക്ക് ആഹ്വാനം തരികയാണ്. കൂടുതൽ കൂടുതൽ ഉത്സുകരായി കർത്താവിൻ്റെ വേല ചെയ്യുവാൻ, സാത്താൻ്റെ പദ്ധതികളെ നമ്മളുടെ ദൈവവേലയിൽ കൂട്ടിക്കലർത്താതെ ഇരിക്കുവാൻ. ഒരു തലത്തിലും സാത്താൻ്റെ വേലയെ കൂട്ടിക്കലർത്തരുത്. അത് ഏത് തലത്തിലാണ് വരുന്നതെന്നും അതെങ്ങനെയാണ് സഭയിൽ വ്യാപരിക്കുന്നതെന്നും ഓരോ ദൈവഭക്തന്മാരും മനസ്സിലാക്കി നമ്മെ വ്യക്തിപരമായിട്ട് അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളിൽ നിന്ന് മാറ്റി കൊണ്ടുവരുവാൻ ദൈവത്തിന് നമ്മളെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വാധീനത്താൽ അവിടുത്തെ ഇഷ്ടത്തോട് മാധുര്യമേറിയ കർത്താവിൻ്റെ ചുവടുകളെ യോജിച്ച് പ്രവർത്തിക്കുവാൻ, ആത്മാവിൽ പ്രവർത്തിക്കുവാൻ, കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവത്തിൻ്റെ മാധുര്യമായ സ്നേഹം നുകർന്ന് മറ്റുള്ളവരിലേക്ക് വ്യാപരിപ്പിക്കുവാൻ ഈ നാളുകളിൽ കൂടുതൽ ഉത്സുകരായി ഉണർന്ന് പ്രവർത്തിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളിലെ ഉണർവെന്ന് പറയുന്നത് നമ്മളുടെ അകത്തെ മനുഷ്യൻ എവിടെയാണ് തോറ്റിരിക്കുന്നതെന്ന് നോക്കുവാനും പുറത്തെ മനുഷ്യൻ എവിടെയാണ് ആധിക്യം പ്രാപിച്ചതെന്ന് മനസ്സിലാക്കി പുറത്തെ ജഡ മനുഷ്യനെ ഇല്ലായ്മ ചെയ്ത് ആത്മമനുഷ്യന് കൂടുതൽ ശക്തി പകരുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കായി വാഞ്ചയോടെ പ്രാർത്ഥനയോടെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മറ്റുള്ളവരിലേക്ക് അത് വ്യാപരിക്കുവാൻ, നമ്മുടെ സ്വഭാവത്തിൻ്റെ ശ്രേഷ്ഠത മറ്റുള്ളവർ മനസ്സിലാക്കുവാൻ നമ്മെ പൂർണ്ണമായും കർത്താവിന് കീഴ്പ്പെടുത്തി ജീവിക്കുവാൻ തക്കവണ്ണം അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ക്രിസ്തുവിൻ്റെ ദാസൻ എന്നാണ്. ക്രിസ്തുവിൻ്റെ ദാസൻ ആയി തീരുക എന്ന് പറഞ്ഞാൽ ആ ഒരു അനുഭവമാണ്. ആ അനുഭവത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കണം. ക്രിസ്തു നമ്മളിൽ യജമാനനായിരിക്കുന്ന അനുഭവം പ്രാപിക്കണം. അത് പരിശുദ്ധാത്മാവ് ദിനം പ്രതി കർത്താവിൻ്റെ ഓരോ ചലനങ്ങളും നമുക്ക് മനസ്സിലാക്കി തരും. അവിടുന്ന് ദൈവമായിരുന്ന കർത്താവ് ഈ ഭൂമിയിൽ വന്ന് ഓരോ മനുഷ്യരെ നേടുവാൻ അവിടുന്ന് പ്രവർത്തിച്ച വിധങ്ങളെക്കുറിച്ച് നമ്മെ ചിന്തിപ്പിക്കുമ്പോൾ നാം ഒന്നും പ്രശംസിക്കുവാനില്ലാത്തവരാണ്. അങ്ങനെ ഉത്സുകരായിരിക്കുന്ന ഒരനുഭവം, ആത്മാവിൽ ഉത്സുകരായിരിക്കുന്ന ഒരനുഭവം, ഒരു ഉണർവിൻ്റെ അനുഭവം, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാനുള്ള ഒരു വ്യഗ്രതയുടെ അനുഭവം, അവിടുത്തെ ആജ്ഞ കേട്ട് മറ്റുള്ളവരിലേക്ക് പകരുവാനുള്ള ഒരു അനുഭവം ഈ നാളുകളിൽ പരിശുദ്ധാത്മ അഭിഷേകത്താൽ പ്രാപിക്കുവാൻ നമ്മളെ തന്നെ ആ മാളിക മുറിയുടെ അനുഭവത്തിലേക്ക് കർത്താവിൻ്റെ ആത്മാവ് നടത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ധാരാളമായിട്ട് പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി നമ്മളെ മുറ്റുമായി ഒരുമനപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങൾ ഈ നാളുകളിൽ ഉണ്ടാകട്ടെ. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വചന പഠനത്തിൻ്റെയും നല്ല നാളുകൾ വരും ദിവസങ്ങളിൽ നമുക്ക് പ്രാപിക്കുവാനും ദൈവത്തോട് അടുത്ത് ജീവിക്കുവാനും ദൈവം നമ്മളെ ഒരുക്കട്ടെ. പുതിയ വർഷത്തിലെങ്കിലും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെട്ട് വേല ചെയ്യുവാൻ, നല്ല ഉണർവുള്ളവരായി നല്ല പ്രവർത്തികൾ ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോ വ്യക്തികളും കർത്താവിൻ്റെ നല്ല ഫലങ്ങളായി ദൈവത്തിൻ്റെ കൃപകളെ പ്രാപിച്ച്
ദാനങ്ങൾ മറ്റുള്ളവർക്ക് പകരുന്ന ചാനലുകളായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ വരവ് ഏറ്റവും വാതുക്കലായിരിക്കുമ്പോൾ സാത്താൻ്റെ സകല കെണികളെയും ശോധനകളെയും തിരിച്ചറിയുവാനുള്ള ജ്ഞാനത്തെ പരിശുദ്ധാത്മാവ് അടിയങ്ങളിൽ പകർന്നു തന്ന് അവിടുത്തെ അഭിഷേകത്താൽ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ജനത്തെ ഒരുക്കുന്ന അവിടുത്തെ വേലയിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ചിന്തനങ്ങൾ, ജഡത്തിൻ്റെ ആധിക്യങ്ങൾ, പിശാച് കൊണ്ടുവരുന്ന വഴികളിൽ ഞങ്ങൾ താറുമാറായി പോകാതെ ഇരിക്കുവാൻ ദൈവശക്തിയാൽ അടിയങ്ങളെ നയിക്കണമേ. ആത്മനേട്ടത്തിനായി ഞങ്ങൾ വാഞ്ചിക്കുവാൻ, ആത്മാക്കളുടെ രക്ഷയ്ക്കായി പ്രാർത്ഥിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, ദൈവമേ, നല്ല പ്രവർത്തികൾ അടിയങ്ങളിൽ ഉണ്ടാകുവാൻ, അങ്ങനെ ദൈവത്തിൻ്റെ വേല കൂടുതൽ കൂടുതൽ ആരോഗ്യത്തോടെ ചെയ്യുവാൻ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാത്താൻ ഇനി അധിക സമയമില്ല എന്നറിഞ്ഞ് വളരെ കുതന്ത്രങ്ങൾ മെനയുമ്പോൾ അത് മനസ്സിലാക്കുവാനുള്ള ജ്ഞാനത്തെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളിലൂടെ ഞങ്ങൾക്ക് തന്ന അടിയങ്ങളെ നിലനിർത്തി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയാം കുടുംബത്തെ അനുഗ്രഹിക്കണം ദൈവമേ. എല്ലാ ശോധനകളിൽ നിന്നും വിടുവിക്കണം. ധാരാളമായി കർത്താവിൻ്റെ വേല ചെയ്യുവാനും കർത്താവിൻ്റെ കൃപകൾ മറ്റുള്ളവരിലേക്ക് പകരുന്ന ചാനലുകളായി തീരുവാനും ദൈവസഭയെ അവിടുന്ന് എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിലും കഷ്ടത്തിലും നിരാശയിലും ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആ അവസ്ഥകളിൽ നിന്ന് വിടുവിക്കുവാൻ സ്വർഗം ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയുടെ മറവിൽ മറച്ചുകൊള്ളണം താത. വരവിനായിട്ടടിയങ്ങളെ ഒരുക്കണമേ. സകലവും യേശുപ്പൻ്റെ നാമത്തെ താഴ്മയായി ചോദിക്കും. പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.